നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബരിമല വിശ്വാസ സംഗമം നടത്താൻ സുപ്രീം കോടതി അനുവദിച്ചു, അതൊരു വാർത്ത. പക്ഷേ സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വരികയാണ്. കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർണ്ണപ്പാളിയൊന്നും അങ്ങനെ പെട്രോൾ പോലെ ആവിയായി പോവില്ല, ഇത് സ്വർണ്ണമാണ്, അതുകൊണ്ട് ഇത് കൃത്യമായി കണ്ടുപിടിച്ചേ പറ്റൂ. 2019 അറ്റകുറ്റപ്പണിയിൽ 4 കിലോയാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. 4 കിലോ എന്ന് പറഞ്ഞാൽ എത്ര പവനായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര ലക്ഷം രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് കേരളത്തിൽ നിന്ന് ശബരിമല അയ്യപ്പനിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളുടെ താങ്ങുപീഠങ്ങളും 2019 നവീകരിച്ച് തിരിച്ചെത്തിയ ശേഷം സ്വർണവും ചെമ്പുമടക്കം 4 കിലോയുടെ കുറവുണ്ടായതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. വളരെ ഗൗരവതരമായൊരു വാർത്തയാണ്. സ്വർണ്ണപ്പാണികളുടെ ഇപ്പോഴത്തെ അറ്റകുറ്റപ്പണിയിലും ദുരൂഹതയുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. സ്ട്രോങ് റൂമിലെ ശില്പങ്ങളിൽ നിന്ന് സ്വർണ്ണ കടമെടുത്താൽ ചെലവ് കുറയ്ക്കാമെന്ന സ്പോൺസറുടെ കത്തിൽ ദുരൂഹതയേറി. പണി തുടങ്ങിയതെന്നാൽ പൂർത്തിയാക്കാൻ കോടതി അനുവദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. 2019 ജൂലൈ 19 ഈ പാളികൾ ഇളക്കിയത്. മഹസറിൽ തൂക്കം 25,400 കിലോ സ്വർണം പൂശിയത് മറച്ചുവെച്ച് ചെമ്പ് പാളികൾ എന്നെഴുതി. അപ്പോൾ പിന്നെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകാമല്ലോ, പകരം ചെമ്പ് കൊണ്ട് വച്ചാൽ മതിയല്ലോ. വിജിലൻസിൻ്റെ സാന്നിധ്യമുണ്ടായില്ല, അകമ്പടിയില്ലാതെ കൊണ്ടുപോയി. പിറ്റേന്ന് പീഠങ്ങൾ ഇളക്കി, തൂക്കം 17,400 കിലോ. സ്മാർട്ട് ക്രിയേഷൻസ് എത്തിച്ചത് ആഗസ്റ്റ് 29 രേഖപ്പെടുത്തിയ തൂക്കം 18,258 കിലോയും ഏതാനും മില്ലിഗ്രാം മാത്രം സ്വർണം. പൂശിയ ശേഷം 38,653 കിലോ എന്ന് സ്ഥാപനത്തിൻ്റെ രേഖകളിൽ വർദ്ധിച്ച 394 ഗ്രാം മാത്രം. 40 വർഷം വാറണ്ടിക്ക് ചതുരശ്രടിക്ക് 8 ഗ്രാം വീതം 800 ഗ്രാമിലധികം സ്വർണം പൂശേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രയോഗത്തിൽ ഇതിൻ്റെ പകുതിയിൽ താഴെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ വലിയ കളിയാണ് ഈ സ്വർണ്ണ പൂശൽ നടന്നിരിക്കുന്നത്. ചെമ്പാഭരണങ്ങളിലും താങ്ങുപീഠങ്ങളിലും 1999 തന്നെ സ്വർണ്ണാഭരണം ക്ലാഡിംഗ് ഉണ്ടായിരുന്നെന്ന് കോടതി കണ്ടെത്തി. പെട്രോൾ പോലെ സ്വർണം ആവിയാകുന്നൊരു വസ്തുവല്ല എന്നും കോടതി നിരീക്ഷിച്ചു. ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ പോലീസ് സൂപ്രണ്ട് അന്വേഷിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ ദ്വാരപാലക ശില്പങ്ങളുടെ നിജസ്ഥിതി 30-നകം അറിയിക്കണം ഈ മാസം. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് ദേവസ്വം ബോർഡ് പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച രേഖകളും ആറന്മുളയിലെ തിരുവാഭരണ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിജിലൻസ് പിടിച്ചെടുത്ത മറ്റ് വസ്തുക്കളുമെല്ലാം പരിശോധിച്ചിട്ടാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് നമ്മൾ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിൻ്റെ പൂശലുമായി ബന്ധപ്പെടുത്തി നടന്നിരിക്കുന്നത്. വിജിലൻസ് അന്വേഷിച്ച് വളരെ കൃത്യമായി മറുപടി നൽകണമെന്ന് ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ്.